പേരുച്ചാൽ ജലമേള നടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. കഴിഞ്ഞ പ്രളയത്തിൽ ഈ ജലമേള നടക്കുന്ന സ്ഥലത്ത് പാലത്തേൽ മരങ്ങൾ അതുപോലെ തന്നെ മൂടോടെ മുളകളൊക്കെ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഇത് മാറ്റിയെങ്കിൽ മാത്രമേ ഈ ജലമേള സുഗമമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റൂ. സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നിവേദനം കൊടുക്കുകയും കളക്ടറുടെയും MLA ഒക്കെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിൽ ഇത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സർക്കാർ നടപടി പൂർത്തീകരിക്കുന്നത് അവിടെ ജലമേളയ്ക്ക് മുമ്പായി പൂർത്തീകരിക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ നമ്മൾ ഈ ജലോത്സവ സമിതി ഡപ്പാവൂർ കീഴൂർ പൗരസമിതിയുടെ ചുമതലയിൽ നിലവിൽ ഇത് ട്രാക്ടർ ഉപയോഗിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭാരിച്ച ചെലവ് വരുന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡപ്പാവൂർ കീഴൂർ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ജലമേള സംഘടിപ്പിച്ച് വരുന്നു. ഇത് 5ാം വർഷമാണ്. മധ്യ തിരുവിതാംകൂറിലെ ചിട്ടയോടും വളരെ ഭംഗിയായി നടക്കുന്ന ഒരു ജലമേളയായി ഇതിനോടകം ഇത് ഖ്യാതി നേടിയിട്ടുണ്ട്. മത്സരവള്ളംകളിയാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ പ്രദേശത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലെയും അനേകായിരം പേര് ഈ മത്സരവള്ളംകളിയും ജലഘോഷയാത്രയും കാണുവാൻ ഇവിടെ എല്ലാ വർഷവും എത്താറുണ്ട്. ഈ വർഷത്തെ ജലമേളയുടെ എല്ലാവിധ ക്രമീകരണങ്ങളും ഇതിനോടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സബ് കമ്മിറ്റികൾ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നു. ഈ വർഷത്തെ ജലമേളയിൽ ഏകദേശം 13ഓളം പള്ളിയോടങ്ങൾ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഒരു ഇടപ്പാവരും കൂടി ഒരു പുതിയ പാലം, ചെറുവൽ അയിരൂരും കൂടി ഒരു പുതിയ പാലം വന്നതിന് ശേഷം അന്നത്തെ ഇവിടെ കൂടി എല്ലാവരുടെയും ഒരു ആശയമാണ് ഇവിടെ തിരുവോണ നാൾ ഒരു ജലോത്സവം സംഘടിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് കഴിഞ്ഞ 4 വർഷക്കാലവും തിരുവോണ നാളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇവിടെ ജലോത്സവം നടക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ മത്സര വള്ളംകളിയാണ്. പങ്കെടുക്കുന്ന വള്ളങ്ങൾ ബീച്ച് തിരിച്ച് മത്സര വള്ളംകളിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇത് സ്റ്റേഡിയം ഒരുക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാലത്തിൽ നിന്ന് വളരെ മനോഹരമായി ഈ ജലോത്സവം കാണാൻ ഈ അടുത്തിടയിൽ ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള ഒരു ജലമേളയാണിത്.